ഹായ് ഓൾ, അൻവർ ക്ലാസ്സസിൻ്റെ തോടിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നമ്മുടെ ആറാമത്തെ എപ്പിസോഡ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠം അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ വീഡിയോൻ്റെ താഴെ നമ്മൾ കൃത്യമായതിലുള്ള പ്രോബ്ലംസും അതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകാം, നിങ്ങളത് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃത്തങ്ങൾ എന്നുള്ള പാഠമാണ്. രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. കൃത്യമായ നമ്മുടെ സ്കൂൾ സിലബസ് അനുസരിച്ച് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും അതേപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായ നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നോട്ട് ചെയ്യാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ ചെയ്യാത്ത വർക്കുകളൊക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സോ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സബ്സ്ക്രിപ്ഷൻ്റെ ആ പോർട്ടലിൽ നിങ്ങൾക്ക് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്യുക. സോ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ 9ാം ക്ലാസ്സിൽ നമ്മൾ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും കൂടിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു വൃത്തം, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ ഒരു ഞാണാണ്, ഏറ്റവും വലിയ ഞാണിനെ കുറിച്ചായിരുന്നു നിങ്ങൾ അവിടെ പഠിച്ചിരുന്നത്. ഇവിടെയും നമ്മൾ ഞാണിനെ കുറിച്ചാണ് കൂടുതലും പഠിക്കുന്നത്. ഒരു സർക്കിൾ ഉണ്ട്, ആ ഒരു സർക്കിളിലെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണ് എന്ന് പറയുന്നത് ആ വൃത്തത്തിന്റെ വ്യാസമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു AB എന്ന് പറയുന്ന ഒരു വ്യാസം, ഈ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് O ആണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന ഈ ഒരു വ്യാസത്തിന്റെ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ ഞാൻ ഈ സർക്കിളിലേക്ക് ഞാനൊരു ആംഗിൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഞാനൊരു ആംഗിൾ ഉണ്ടാക്കി, ഇതൊരു പോയിന്റ് C. സോ ഈ C എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്, സർക്കിളിലെ പോയിന്റ് ആണ്. സോ C എന്ന് പറയുന്ന വൃത്തത്തിലെ ബിന്ദുവാണ്, വൃത്തത്തിലെ പോയിന്റ് അല്ലെ. അപ്പോൾ C എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. സോ ഇവിടെ നമുക്ക് വി ഹാവ് ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, C എന്ന് പറയുന്നത്. സോ ഞാനിവിടെ C എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് ഞാൻ സെന്ററിൽ നിന്ന് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ OC എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരാണ്. സോ നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ OBC. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. സോ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും സൈഡ്സ് റേഡിയസുകൾ ആയതുകൊണ്ട് ഇതൊക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. സോ ഈ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണങ്ങളാണ് അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സോ ഞാൻ ഈ ആംഗിൾ X എന്നെടുത്തു. അങ്ങനെയാണ് ഈ ആംഗിൾ, അതായത് ആംഗിൾ OAC എന്ന് പറയുന്നത് X ഡിഗ്രി എന്നെടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഏതും കൂടി X ആയിരിക്കും, ഈ ആംഗിളും X തന്നെ ആയിരിക്കും. ആംഗിൾ OCA എന്ന് പറയുന്നതും X ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ ഞാൻ വേറെ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ഞാൻ Y എന്നെടുക്കാം. ഓക്കെ, സോ Y എന്നെടുത്തു കഴിഞ്ഞാൽ ആംഗിൾ OBC എന്ന് പറയുന്ന ആംഗിൾ Y ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, Y ആയിരിക്കും. കാരണം ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഇത് Y ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, Y. സോ നമുക്ക് എഴുതാം ആംഗിൾ OCB ഈസ് ഈക്വൽ ടു Y. സോ ഇവിടെ നമുക്ക് ഒരൊറ്റ ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ABC ഞാൻ എടുക്കുകയാണ്. ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ലാർജ് ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. നമുക്കറിയാം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടേണ്ടത്, 180 ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും ആഡ് ചെയ്താൽ 180 ആണ്. കാരണം ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180. ആംഗിൾ A എന്ന് പറയുന്നത് X ആണ്, ആംഗിൾ B എന്ന് പറയുന്നത് Y ആണ്, പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് എന്താ, X പ്ലസ് Y ആണ്, സമ 180. സോ ഇവിടെ ഒരു X പ്ലസ് Y, ഇത് ഒരു X പ്ലസ് Y. അപ്പോൾ 2X പ്ലസ് Y ഈസ് ഈക്വൽ ടു 180, 180 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 2X പ്ലസ് Y 180 ആണെങ്കിൽ X പ്ലസ് Y എന്തായിരിക്കും,
180ന്റെ ഹാഫ് 180/2. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണെന്ന് അർത്ഥം? 90 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആംഗിൾ സി ആണല്ലോ. സോ ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി. സോ ഈ ആംഗിൾ സി അല്ലെങ്കിൽ കോൺ സി എന്ന് പറയുന്നത് സെമി സർക്കിളിലുള്ള ഒരു ആംഗിൾ ആണ്. സോ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇവിടുന്ന് പറയുന്നത്. ഒരു ഹാഫ് സർക്കിളിലെ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഹാഫ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അഥവാ ഒരു സർക്കിൾ ഉണ്ട്, ഈ സർക്കിളിലെ ഒരു ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ ഒരു വ്യാസമാണ് എ ബി എങ്കിൽ ഞാൻ ഇവിടെ സർക്കിളിലൊക്കെ പോയിന്റ് എടുക്കുകയാണ്, അതായത് സെമി സർക്കിൾ. ഇത് ഞാൻ പി ക്യു ആർ എന്നൊക്കെ എടുക്കുകയാണ്. സോ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഇത് അർദ്ധവൃത്തത്തിലെ കോണുകളാണ്. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. സോ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഓരോ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി പോവുക. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാഫ് സർക്കിളിലുള്ള ആംഗിൾ, സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രിയാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ അറ്റ് സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ നോക്കുകയാണ്. ഒരു വ്യത്യസ്ത ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇതിന്റെ വേറൊരു പ്രത്യേകതകൾ നോക്കാം. ഞാനിവിടെ ഒരു എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ എന്ന് പറയുന്നതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് O ആണ്. സോ ഇവിടെ നേരത്തെ സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ വൃത്തത്തിലെ ഒരു പോയിന്റ് ആയിരുന്നു. ഇനി ഇവിടെ എടുക്കുന്ന പോയിന്റ് വൃത്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണ്, ഓക്കെ, ഇൻസൈഡ് ദി സർക്കിൾ ആണ്. സോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായാലും എന്താവും? ഇപ്പൊ നോക്കാം, ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ ഒന്നുകൂടി ചെറുതാണെങ്കിൽ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് 90യേക്കാൾ ലാർജർ ആയിരിക്കും, അല്ലെ? കാരണം ഇങ്ങനെ നിൽക്കുന്ന ഒരു ആംഗിള് ഒന്നുകൂടി ഇങ്ങോട്ട് അതായത് ഒന്നുകൂടി ഇങ്ങോട്ട് വലുതാകുമ്പോഴേ താഴേക്ക് വരുള്ളൂ, അല്ലെ? സോ അത് അണ്ടർസ്റ്റുഡ് ആണ്. സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയുന്നത് 90യേക്കാൾ കൂടുതലായിരിക്കും, ലാർജർ ദാൻ 90 ആയിരിക്കും. സോ ഇനി അടുത്തൊരു സ്പെഷ്യൽ കേസസും കൂടി നമുക്ക് നോക്കാം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിള്, ഒരു എ ബി വ്യാസമായിട്ടുള്ള ഒരു വൃത്തം. ആദ്യം സി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിൽ, പിന്നെ വൃത്തത്തിന്റെ ഉള്ളിൽ, പിന്നെ ഇനി നോക്കുക വൃത്തത്തിന്റെ പുറത്താണ് സി എന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിന് പുറത്താണ്, ഔട്ട്സൈഡ് ദി സർക്കിൾ ആണ്. സോ ഇവിടെ ഉണ്ടായിരുന്ന ഈ ആംഗിൾ ഒന്നും കൂടി അങ്ങനെ മുകളിലേക്ക് നീട്ടുകയാണെങ്കിൽ ആ ആംഗിൾ ഒന്നും കൂടി ചെറുതാവാണ് ചെയ്യുക, അല്ലെ? സ്മോളർ ആവും. സോ ഞാൻ ഇവിടെ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ സി എന്ന് പറയുന്നത് ഇവിടെ എന്തായി? ലെസ് ദാൻ 90 ആയി. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 3 പോയിന്റ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അർദ്ധവൃത്തത്തിലേക്കാണ് 90 ഡിഗ്രി. ഇനി ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ല ലാർജർ ദാൻ 90 ആണെങ്കിൽ ആ പോയിന്റ് സർക്കിളിന് ഉള്ളിലായിരിക്കും, ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഒരു ആംഗിള് ലാർജർ ദാൻ സ്മോളർ ദാൻ 90 ആണെങ്കിൽ, അല്ലെങ്കിൽ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ഇത് എന്തായിരിക്കും? വൃത്തത്തിന്റെ പുറത്തായിരിക്കും. അപ്പോ ഇത് ഔട്ട്സൈഡ് ആണ്, അതായത് പുറത്ത്, അല്ലെ? ചെറുതായി കഴിഞ്ഞാൽ പുറത്തായിരിക്കും, വലുതായി കഴിഞ്ഞാൽ ഉള്ളിലായിരിക്കും, ഇൻസൈഡ് ആയിരിക്കും, അകത്ത്. 90 ഡിഗ്രി ആയാലോ അത് സർക്കിളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 42 ഒന്നാമത്തെയും രണ്ടാമത്തെയും. അപ്പൊ നമ്മൾ ഓർക്കേണ്ട, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാവേണ്ടത്. കൺസെപ്റ്റ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത്, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്ത്. ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ആ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, എ ബി എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ഒരു 3 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ എ ബി പി, അതേപോലെ തന്നെ എ ക്യു ബി, എ ആർ ബി. ഇവിടെ പി എന്ന് പറയുന്ന കോൺ 105 ആണ്, കോൺ ക്യു എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, കോൺ ആർ എന്ന് പറയുന്നത് 75 ആണ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ യൂസ് ചെയ്യണം. സോ എ ബി എന്ന് പറയുന്ന ഈ വശം വ്യാസമായി ഞാനൊരു വൃത്തം വരച്ചു. അതായത്
എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചു. അതായത് എ ബി വ്യാസമായി ഞാൻ വൃത്തം വരച്ചു. അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്താണ്? വ്യാസമാണ്, അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. എ ബി വ്യാസമായി അല്ലെങ്കിൽ ഡയമീറ്റർ ആയി ഞാനൊരു സർക്കിൾ വരച്ചാൽ പിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ക്യൂവിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ആറിന്റെ പൊസിഷൻ, അല്ലെങ്കിൽ പി ക്യു ആർ എന്നീ മൂലകളുടെ സ്ഥാനം എവിടെയെന്നാണ്. ആദ്യം നമുക്ക് പി എന്ന് പറയുന്നത്, കോൺ പി എന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ്. ഈ 105 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പോ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ മൂല വൃത്തത്തിനകത്താണോ വരിക, പുറത്താണോ വരിക? അതെ, നമുക്ക് എവിടെ വരിക? അകത്തായിരിക്കും വരിക, അല്ലെങ്കിൽ ഇൻസൈഡ്. ഇനി അടുത്ത നോക്കുക. അടുത്ത ഞാൻ ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, ആംഗിൾ ക്യൂ എത്ര? 90 ആണ്, 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം വൃത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓൺ ദി സർക്കിൾ ആയിരിക്കും. നമുക്കറിയാം വൃത്തത്തിൽ, അപ്പോ സർക്കിളിലായിരിക്കും, ഓൺ ദി സർക്കിൾ. ഇനി അടുത്ത നോക്കുക, കോൺ ആർ എത്ര ഡിഗ്രിയാ? 75 ഡിഗ്രിയാണ്. 75 ഡിഗ്രി ആണെങ്കിൽ അത് 75 എന്ന 90 ഡിഗ്രിയേക്കാൾ കുറവാണ് അല്ലെ? കുറവായതുകൊണ്ട് അത് എവിടെ ഉണ്ടാവുക? വൃത്തത്തിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഔട്ട്സൈഡിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ്. വളരെ സിമ്പിൾ ആണ്. 2 മാർക്ക് 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ്, അല്ലെങ്കിൽ ഒരു കോട്ടിലാറ്ററൽ ആണ്. ഈ കോട്ടിലാറ്ററലിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചതുർഭുജത്തിന് എത്ര വികരണങ്ങൾ ഉണ്ടാവും? നമുക്കറിയാം ഒരു വികരണത്തിന് ഒരു ചതുർഭുജത്തിന് അല്ലെങ്കിൽ ഒരു കോട്ടിലാറ്ററലിന് 2 വികരണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ 2 ഡയഗണൽസ് ഉണ്ടാവുക. അപ്പൊ ഒരു ഡയഗണൽ ഞാൻ എടുത്തു, ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ, ബി ഡി എന്ന് പറയുന്ന വികരണം, ബി ഡി എന്ന് പറയുന്ന വികരണം. അതേപോലെ തന്നെ വേറൊരു വികരണം കൂടി ഉണ്ടല്ലോ, ഏതാ? എ സി എന്ന് പറയുന്ന വികരണം. അപ്പൊ എ എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്ന വികരണം, സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന വികരണം, അല്ലെങ്കിൽ ഡയഗണൽ. നമ്മളുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 2 വികരണങ്ങളും വ്യാസമായി, ഈ 2 ഡയഗണൽസും ഡയമീറ്ററായി ഞാനൊരു സർക്കിൾ വരച്ചാൽ, അല്ലെങ്കിൽ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ മറ്റ് 2 ബിന്ദുക്കളുടെ പൊസിഷൻ എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നമുക്ക് ബി ഡി എന്ന് പറയുന്ന വികരണം എടുത്താൽ, ബി ഡി എന്ന് പറയുന്ന വികരണം ഞാൻ എടുക്കുന്നു. ബി ഡി എന്ന് പറയുന്ന വികരണം ഞാൻ എടുത്താൽ നമുക്ക് പിന്നെ ഏതൊക്കെ 2 ബിന്ദുക്കളെ ഉണ്ടാവുള്ളൂ? കോൺ എ ഉണ്ടാവുള്ളൂ അല്ലെ? കോൺ എ എന്ന് പറയുന്നത് 105 ആണ്. 105 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. സോ ഇത് എന്തായിരിക്കും? വൃത്തത്തിന് അകത്തായിരിക്കും. ഇനി ബി ഡി ഇത് ഉപയോഗിച്ചാണ് ഞാൻ വൃത്തം വരയ്ക്കുന്നത്. അടുത്ത് കോൺ സി ആയിരിക്കും. കോൺ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? കോൺ സി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? കോൺ സി എന്ന് പറഞ്ഞാലും 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, 110 ആണ്. അപ്പൊ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പോ ഇത് എന്തായിരിക്കും? അകത്തായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ബി ഡി വികരണം ആക്കിയിട്ട് ഞാൻ എഴുതി. ഇനി നമ്മൾ ഏത് കാണണം? എ സി വികരണം, അല്ലെങ്കിൽ എ സി ഡയഗണൽ ആക്കി ഞാൻ എടുത്തു. എ സി ഡയഗണൽ ആണെങ്കിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്ര? ആംഗിൾ ബി എന്ന് പറയുന്നത് 55 ആണ്. 55 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതെന്തായിരിക്കും? പുറത്തായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾക്ക് ആംഗിൾ ഡി ആണ്, കോൺ ഡി. കോൺ ഡി എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടില്ല. നമുക്ക് കോൺ ഡി ആദ്യം കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കറിയാം ഒരു ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ഒരു കോട്ടിലാറ്ററിന്റെ ആകെ കോണുകളുടെ തുക എത്രയായിരിക്കും? 360. ഈ 360 ഇതെല്ലാം കൂട്ടിയത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അതായത് 55ഉം 105ഉം കൂട്ടി കഴിഞ്ഞാൽ എത്രയായി? 55 105 കൂട്ടിയാൽ 160, 160 110 270. അപ്പോ 360 270 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. അപ്പൊ കോൺ ഡി എത്ര? 90 ഡിഗ്രിയാണ്. കോൺ ഡി 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇതാ പറയാം, അർദ്ധവൃത്തത്തിലെ കോൺ 90. സോ ഡി എവിടെയായിരിക്കും? ഡി വൃത്തത്തിലായിരിക്കും.
സോ ഈ രണ്ട് ചോദ്യങ്ങളും സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3ാമത്തെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രത്തിൽ AB എന്ന് പറയുന്ന വ്യാസമായിട്ടുള്ള ഒരു വലിയ വൃത്തമുണ്ട്. ആ വലിയ വൃത്തത്തിലെ കേന്ദ്രമാണ് O. ഈ വലിയ വൃത്തത്തിന്റെ ആരം വ്യാസമായി ഞാൻ ചെറിയൊരു വൃത്തം കൂടി വരച്ചു. അതായത് AB ഡയമീറ്റർ ആയിട്ടുള്ള ഒരു വലിയ ലാർജ് സർക്കിളിന്റെ റേഡിയസ് ഡയമീറ്റർ ആക്കിയിട്ട് ഞാൻ ഒരു സ്മോൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഡയമീറ്റർ AO ആണ്. നമ്മളോടുള്ള ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, A എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് ഞാൻ ഒരു ഞാണ് AC വരച്ചിട്ടുണ്ട്. അപ്പോ ഈ വലിയ വൃത്തവും ഈ ചെറിയ വൃത്തത്തിനെ അത് മുറിച്ചു കടക്കുന്നുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് എത്രയേ ഉള്ളൂ? P എന്ന് പറയുന്ന ഈ ബിന്ദു അല്ലെങ്കിൽ ഈ ചെറിയ വൃത്തം ഈ ഞാണിനെ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കണം. അതായത് P എന്ത് ചെയ്യുന്നുണ്ട്? P എന്ന് പറയുന്നത് P AC-നെ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കണം. അതായത് P AC-നെ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ P ബൈസെക്ട് AC-നെ P ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രയാസം ഈ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസും പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വളരെ പ്രയാസമായി തോന്നാറുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോക്കുക. അത് നമ്മൾ എഴുതിയിരിക്കുന്നു. P എന്ന് പറയുന്ന AC-യുടെ സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ബിന്ദു, അതായത് ഇത് തമ്മിൽ യോജിപ്പിക്കണം. എന്താണ്? PO യോജിപ്പിക്കുന്നു. PO യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ വൃത്തത്തിന്റെ ഈ കോൺ APO എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ? കോൺ APO എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം ചെറിയ അർദ്ധവൃത്തത്തിലാണ് ഈ കോണുള്ളത്. സോ ഇത് അർദ്ധവൃത്തത്തിലെ കോൺ, അർദ്ധവൃത്തത്തിലെ കോൺ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സെമി സർക്കിൾ ആംഗിൾ ആയതുകൊണ്ട് ഇത് 90. സോ നമ്മൾ വൃത്തത്തിലെ ഒരു കാര്യം നമ്മൾ കണ്ടെടുക്കണം. 9ാം ക്ലാസ്സിൽ പഠിച്ച വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ആ ഞാണിലേക്ക് ഒരു ലംബം വരച്ചാൽ അത് ഞാണിന് എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ O എന്ന് പറയുന്നത് കേന്ദ്രമാണ്. O എന്ന് പറയുന്നത് കേന്ദ്രമാണ്. അതേപോലെ തന്നെ OP എന്ന് പറയുന്നത് ഏതിന് ലംബമാണ്? AC-ക്ക് ലംബവുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൃത്തങ്ങൾ എന്നുള്ള പാഠത്തിലെ ഒരു കാര്യം അറിയാം. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ആ വൃത്തത്തിന്റെ ഞാണിലേക്ക് ഒരു ലംബം വരച്ചാൽ അത് ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സോ OP എന്ന വര എന്ന ലംബം AC ഞാണിനെ സമഭാഗം ചെയ്യുന്നു. സമഭാഗം ചെയ്യുന്നു. അപ്പോ അതേപോലെ തന്നെ the perpendicular OP bisect the chord AC. സോ അങ്ങനെ ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ P എവിടെ ആയിരിക്കും? P എന്ന് പറയുന്നത് ഏതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും? AC-യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് സർക്കിൾ ബൈസെക്ട് ചെയ്യും. സോ P AC-യെ സമഭാഗം ചെയ്യുന്നു. അതായത് ഈ ഞാണിനെ ഈ ചെറിയ വൃത്തം തുല്യമായി ഭാഗിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ആ ഭാഗിക്കുന്ന ബിന്ദുവായ P AC-യുടെ മധ്യബിന്ദുവാണെന്ന് തെളിയിച്ച. 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ. ഇവിടെ O കേന്ദ്രമായതും PA വ്യാസമായിട്ടുള്ള ഒരു ചെറിയ വൃത്തം. ഇവിടെ R എന്ന് പറയുന്നത് കേന്ദ്രവും AQ എന്ന് പറയുന്നത് വ്യാസവുമായിട്ടുള്ള വലിയ വൃത്തം. ഈ രണ്ട് വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് Aയും Bയും. ഓക്കെ ആണല്ലോ? O സെന്റർ ആയതും അതേപോലെ തന്നെ PA ഡയമീറ്ററുമായിട്ടുള്ള ഒരു സ്മോൾ സർക്കിൾ, R സെന്ററും AQ ഡയമീറ്ററുമായിട്ടുള്ള ലാർജ് സർക്കിൾ. ഈ രണ്ട് സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് Aയും Bയും.
നമ്മളുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, PBQ എന്ന് പറയുന്ന ഈ മൂന്ന് ബിന്ദുക്കളും ഒരു വരയിലെ ബിന്ദുക്കളാണെന്ന് നമുക്ക് തെളിയിക്കണം. നമ്മളിവിടെ എന്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ? ഫസ്റ്റ് ടോപ്പിക്കിൽ അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി അല്ലെ, സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി. ഇവിടെ സെമി സർക്കിൾ ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ AB ജോയിൻ ചെയ്താൽ മതി. സോ ഞാൻ എഴുതുന്നത് AB ജോയിൻ ചെയ്യാം, യോജിപ്പിക്കണം. AB ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടും ഇവിടെ അല്ലെ. PA എന്ന് പറയുന്നതും അതേപോലെ തന്നെ PA എന്ന് പറയുന്നത് PAB എന്ന് പറയുന്ന ഒരു ത്രികോണവും AQB എന്ന് പറയുന്ന ത്രികോണവും. ഇവിടെ നമുക്കറിയാം ആംഗിൾ PBA എന്ന് പറയുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ, സമം 90 ഡിഗ്രി. കാരണം എന്താ? ചെറിയ വൃത്തത്തിലെ അല്ലെങ്കിൽ ചെറിയ വൃത്തത്തിന്റെ അർദ്ധവൃത്തത്തിലെ കോണാണ് ഇത്. സോ ഇതെന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. ഇനി വലിയ വൃത്തത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺ QBA, നോക്ക് QBA, ഇതും അർദ്ധവൃത്തത്തിലെ കോണല്ലേ. സോ ഇതും തന്നെ ആയിരിക്കും 90 ഡിഗ്രി. അപ്പൊ ഇത് രണ്ടും എന്താണ്? അർദ്ധവൃത്തത്തിലെ കോണുകളാണ്. അർദ്ധവൃത്തത്തിലെ കോണുകൾ ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി ഇങ്ങോട്ട്, 90 ഡിഗ്രി ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു വരയിലെ ബിന്ദുക്കളായിരിക്കും. അപ്പൊ നമുക്ക് കാരണം എഴുതാം, ഈ രണ്ട് ബിന്ദുക്കളിലും അല്ലെങ്കിൽ ഈ രണ്ട് വൃത്തത്തിലെയും അർദ്ധവൃത്തത്തിലെ കോണുകൾ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? ഇവിടെ ഈ PBQ എന്ന് പറയുന്നത് ഒരു വരയിലെ ബിന്ദുക്കളാണ്. അതുകൊണ്ട് PBQ ഒരു വരയിലെ ബിന്ദുക്കൾ, അല്ലെങ്കിൽ PBQ are the 3 points on a line എന്ന് നമുക്ക് പറയാം. കാരണം ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇതാണ് A എന്ന് പറയുന്നത്. B എന്ന് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് PQ, അതേപോലെ തന്നെ PA മിഡ് പോയിന്റ് ആണ് O അല്ലെ. PA എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവാണ് O. AQ എന്ന് പറയുന്ന വശത്തിന്റെ മധ്യബിന്ദുവാണ് R. ഇവ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വരയാണ് OR എന്ന് പറയുന്ന വര. ഈ വര എന്ന് പറയുന്നത് PQന്റെ ഹാഫ് ആണെന്ന് തെളിയിക്കണം. ഇത് തെളിയിക്കേണ്ടത് എന്താ? OR is equal to half of PQ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടതായതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. OR എന്ന് പറയുന്നത് ഹാഫ് ഓഫ് PQ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം O എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് PA അല്ലെ, അതായത് മധ്യം. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മധ്യമാണെന്ന് അറിയാം. അതേപോലെ തന്നെ R എന്ന് പറയുന്നത് AQന്റെ മധ്യം, അതിന്റെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ത്രികോണം പരിഗണിച്ചു കഴിഞ്ഞാൽ, ത്രികോണം PQA പരിഗണിച്ചാൽ നമ്മൾ നോക്കുക. പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 9ാം ക്ലാസ്സിൽ നമ്മൾ സമാന്തര വരകൾ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാരലൽ ലൈൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിലെ രണ്ട് വശത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു വരക്കുന്ന വര മൂന്നാമത്തെ വശത്തിന്റെ പകുതിയായിരിക്കും. ഓർമ്മണ്ടല്ലോ, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്ത്? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുന്ന വര PQന്റെ പകുതിയായിരിക്കും അല്ലെ. അപ്പോ ഇത് രണ്ടും സമാന്തര വരകളാണ്. അപ്പോ മധ്യബിന്ദുക്കൾ ആയതുകൊണ്ട് എന്ത് നമുക്ക് പറയാം? OR is equal to half PQ എന്ന് പറയാം. അപ്പോ ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ OR എന്ന് പറയുന്ന ഈ വശം PQ എന്ന് പറയുന്ന വശത്തിന്റെ പകുതിയായിരിക്കും.